നമ്മൾ ആലോചിച്ച് നോക്കണം, പുറത്ത് നമ്മളെ എങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ആളുകൾ കാണുന്നത് എന്നുള്ളത്. വസ്ത്രത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ സ്ഥലത്ത് നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. നമുക്കതെല്ലാം ഒഴിവാക്കിയിട്ട് നല്ലൊരു ഇമേജ് കെട്ടിപ്പടുത്തെടുക്കണം. നമ്മൾ ചില ആളുകൾ പറയലുണ്ട്, ഇപ്പൊ നിങ്ങൾ കാര്യമായിട്ട് സ്ത്രീകളെ വിളിച്ചു വരുത്തിയത് അതിനായിരിക്കും ഇവര്, അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ അസറൊക്കെ മുടക്കിയിട്ട് ഇരുത്തേണ്ട ആവശ്യം അവർക്കില്ല. അപ്പൊ കാര്യങ്ങൾ ഗൗരവമുള്ളതാണെന്നുള്ളത് എന്ത് ചെയ്യണം, നമുക്ക് ബോധ്യമാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ച് അവരെല്ലാവരും സമയം മാറ്റി വെച്ചിട്ട് എന്തെല്ലാം തിരക്കുള്ള ആളുകളായിരിക്കും, ജോലിയുള്ള ആളുകളായിരിക്കും, ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകളായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, വിഷയത്തിന്റെ ഗൗരവം നമുക്ക് തീർത്തും മനസ്സിലാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ സമയത്ത് നിങ്ങളെ പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പരിപാടി സംഘടിപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ദാനമാണ്, നിങ്ങൾ കൊടുക്കുന്ന ദാനമാണ്. നിങ്ങൾക്കറിയാവുന്ന ആളാണ് അബ്ദുൽ ക, അല്ലേ? നിങ്ങൾക്കറിയുന്ന ആളല്ലേ? എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയുന്ന ആളാണ് അദ്ദേഹം. ഏത് കാര്യത്തിലും അദ്ദേഹം കൂടെ ഉണ്ടാവും. ഇത്രയും കാലം അങ്ങനെ തന്നെ ആയിരുന്നാണ് നമ്മൾ കേട്ടത്. അപ്പൊ അദ്ദേഹം, ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് പേഴ്സണലി അറിയാം, ഞാനൊരു വേറൊരു പഞ്ചായത്തിലുള്ള ആളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആളാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിച്ചാൽ അതിന്റെ ഗുണം നമുക്ക് തന്നെയായിരിക്കും. നമ്മളിൽ നിന്നൊരാളല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? നമ്മളെ കൂടെ ഉണ്ടാവുന്ന ഒരാളെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും. അപ്പൊ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എന്ത് ചെയ്യുക, അവർക്ക് കൊടുക്കുക. ഞാൻ പിന്നെ പറയുന്നത് നിങ്ങളോട്, നിങ്ങളുടെ വിധിയാണ്, നമ്മളുടെ വിധിയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഡിസംബർ 11 നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മളുടെ വിധിയാണ്. ഈ മാറ്റങ്ങൾ, ഇനിയൊരു കേരളത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, മാറ്റങ്ങൾ കൊണ്ടുവരണം. അതേ ഇന്ത്യയിലും മാറ്റങ്ങൾ കൊണ്ടുവരണം. നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൂട്ടമായിട്ട് പരിശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൺവെൻഷനുകൾ നടത്തുന്നത്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒത്തുചേരുന്നത്, അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് തിരഞ്ഞെടുപ്പുള്ളത്, അല്ലെ? തിരഞ്ഞെടുപ്പ് കുറെ കാലത്തെ തിരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ എന്നുള്ളതായിരുന്നു നമുക്ക് സംശയം, അല്ലെ? മോദി കയറിയ സമയത്ത് നമുക്കതേതിലെ സംശയം, തിരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ എന്നുള്ളത് തന്നെ ആയിരുന്നില്ല നമുക്ക്. അപ്പൊ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള അവകാശമാണ്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. അപ്പോൾ നമുക്കത് തിരിച്ചു പിടിക്കണം. നമുക്കറിയാം ഒരുപാട് ആളുകളെയാണ്, അല്ലെ? ഒരു വീട്ടിലെ പേരില്ലാത്ത ആൾക്കാരൊക്കെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ട് അത് നമ്മൾ കണ്ടതാണ്, അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? വാർത്തയിൽ കണ്ടിട്ടില്ലേ? ഞാൻ കൂടുതൽ പറഞ്ഞത് നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതൽ അറിവുണ്ടാവും ചില കാര്യങ്ങൾക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കണം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗിൻ്റെ ചിഹ്നത്തിൽ കോണി അടയാളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അബ്ദുൽഖാനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. നിങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാവുക, രാഷ്ട്രത്തിൻ്റെ ഭാഗമാവുക. നിങ്ങളുടെ കാര്യനിർവഹണത്തിലും നീതിന്യായത്തിലും ഭരണ സംവിധാനത്തിലും നിങ്ങൾക്ക് എപ്പോഴും അറിവുണ്ടായിരിക്കും. നമ്മളെ ഭരിക്കുന്നവരെ കുറിച്ച് നമുക്കറിയണ്ടേ? നമ്മളവരെ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയണ്ടേ? ഒരുപാട് കാര്യങ്ങൾക്ക്, അല്ലേ? നോട്ട് നിരോധനത്തിലൊക്കെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയ ആൾക്കാരാണ്, അല്ലേ? പെട്ടെന്ന് നോട്ട് നിരോധിച്ചു, അല്ലേ? കുറച്ച് സമയം മാത്രം തന്നു, അന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ നമ്മളെ ഭരിക്കുന്നവരെ കുറിച്ച് നമ്മൾ അറിയണം, നമ്മളെ ചൂഷണം ചെയ്യുന്ന ആളുകളെ കുറിച്ച് നമുക്കറിയണം. എല്ലാ കാര്യങ്ങളും നമുക്കറിയണം. പഞ്ചായത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയണ്ടേ? നമുക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയണ്ടേ? നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഭരണ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടുക എന്നുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത്. പിന്നെ ഇതിൽ കോളേജിലെ കുട്ടികളെ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളൊന്നും കാണാനില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ അവരെ കൂടെ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. നിങ്ങൾ അവരെ കൂടെ ഉൾപ്പെടുത്തിയിട്ട്, നിങ്ങൾ വലിയ പരിപാടികൾ ഉണ്ടാകുമ്പോൾ അവരെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പരിപാടികൾ തുടങ്ങുക. നിങ്ങൾ അവരെ കൂടെ ചേർത്ത് നിർത്തുക. കാരണം അവരറിയട്ടെ, കാര്യങ്ങൾ അറിയട്ടെ, രാജ്യത്തിനെ കുറിച്ച് അറിയട്ടെ. കുറേ ആളുകൾ എന്താണ്, കുട്ടികളൊക്കെ ഒറ്റയിൽ പോകുക എന്നത് ഓരോരുത്തരുടെ താല്പര്യമാണ്. പക്ഷേ നമുക്ക് എന്തില്ല, ഒറ്റയിനെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധ പതിപ്പിക്കുക. നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക ഇൻഷാ അല്ലാഹ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി സംസാരിക്കാൻ വേണ്ടി നമ്മുടെ പൊന്മണ്ഡം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഉമർ തങ്ങളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനമുള്ള
പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി.കെ. മൊയ്തീൻ സാഹിബ്, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളായ 1-ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന അബ്ദുമാൻ ഖാൻ, അതേപോലെ നമ്മുടെ 2-ാം വാർഡിലെ സ്ഥാനാർത്ഥി, മറ്റ് സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, ഈ വരുന്ന 11-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ 1-ാം വാർഡിൽ നിന്നും മത്സരിക്കുന്നത് നമ്മുടെ അബ്ദുമാൻഖാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം നടത്തിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ 2-ാം വാർഡിൽ അബ്ദുമാൻഖാനെക്കുറിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതിനു പുറമെ സ്വന്തമായി തന്നെ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്കിന്ന് ഇവിടെ 1-ാം വാർഡിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും, നിങ്ങളോടൊക്കെ ഇവിടെ ഇരിക്കുന്ന ആളുകളോടൊന്നും ഇപ്പോൾ വോട്ട് ചെയ്യണം, ഫോണിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും അതിനുവേണ്ടി ഓടി നടക്കുന്നവരും സഹായിക്കുന്നവരൊക്കെയാണ്. നിങ്ങൾ വേണ്ടത് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. പ്രത്യേകിച്ച് ഉമ്മമാർക്ക്, സഹോദരിമാർക്കൊക്കെ ഒരു പക്ഷേ ഞങ്ങളെക്കാൾ കൂടുതൽ വീട്ടിൻ്റെ മുന്നിൽ കയറി ചെന്ന് സ്ത്രീകൾക്ക് സംസാരിക്കാനും ഇടപഴകാനും അവരുടെ വോട്ടുകളൊക്കെ നമുക്ക് അനുകൂലമാക്കാനൊക്കെ നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അത്തരം കാര്യങ്ങളിലൊക്കെ ഇനി നമുക്കൊരു ദിവസമില്ല. ഇന്നിപ്പോൾ 6-ാം തീയതിയായി, 11-ാം തീയതി ആകെ 5 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണുള്ളത്. അതുകൊണ്ട് ഈ ഒരു കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നമ്മുടെ ഓരോ സമയവും വളരെയേറെ വിലപ്പെട്ടതാണ്. നമുക്കറിയാം, മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായി. നമ്മളൊക്കെ കാലങ്ങളായി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളാദി പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എന്തൊരു വിഷയങ്ങളുണ്ടെങ്കിലും എന്തൊരു പ്രയാസം വരുമ്പോഴും നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നത് മുസ്ലിം ലീഗ് പ്രസ്ഥാനം. ഇപ്പോൾ നമുക്കറിയാം, വളരെ ചെറിയൊരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, അടുത്ത കാലത്ത് നമുക്കറിയാം NRC നമ്മുടെ മുസ്ലിങ്ങളടക്കമുള്ള ആളുകളെ ഇന്ത്യ രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ BJP ഗവൺമെൻറ് നടത്തിയപ്പോൾ അതിനെതിരിൽ ശക്തമായി നമ്മോട് കൂടെ നിന്നത് മുസ്ലിം ലീഗ് പ്രസ്ഥാനം. അപ്പോൾ നമുക്കറിയാം, സുപ്രീം കോടതിയിൽ അതിനെതിരിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്, കൊടുത്തിട്ടുള്ളത് മുസ്ലിം ലീഗ്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളെല്ലാവരും ഓടി നടന്ന് വളരെ പ്രയാസപ്പെട്ട് നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നുള്ളത് നമ്മൾ എല്ലാ കാലത്തും നടക്കുന്ന പരിപാടിയാണ്. എന്നാൽ വോട്ടർ പട്ടികയിൽ പേരില്ലാതിരുന്നാൽ ഈ രാജ്യത്ത് നിന്ന് തന്നെ നമ്മൾ പോകേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യം. നമ്മളെങ്ങനെയെങ്കിലും വോട്ടർ പട്ടികയിൽ പണ്ടൊക്കെ കൂടുതൽ ആളുകളെ ചേർക്കാനായിരുന്നു നടന്നിരുന്നെങ്കിൽ, ഇന്ന് എങ്ങനെ നമ്മൾ ആളുകളെ പുറത്താക്കാൻ കഴിയും എന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റും അവരുടെ കീഴിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ. അപ്പം അതിൻ്റെ ഫലമായി നമ്മൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മളെ ഈ പേപ്പറുകളൊക്കെ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യം. നമ്മളൊക്കെ നെട്ടോട്ടം ഓടിയ ആളുകൾ. ആ സമയത്തും നമുക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യാനും നമ്മുടെ ഭീതി അകറ്റാനും ഒക്കെ നമ്മോട് കൂടെ ഉണ്ടായത് മുസ്ലിം ലീഗ് പ്രസ്ഥാനം. ഇപ്പോൾ ഇന്നലെ പത്രത്തിൽ നമ്മളൊരു വാർത്ത 1-ാം പേജിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ SIR-ന്റെ ഫോം തിരിച്ചു കൊടുക്കുന്നത് നീട്ടി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനും അതേപോലെ തന്നെ സുപ്രീം കോടതിയൊക്കെ SIR-മായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കും. അപ്പം ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മളെ ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടാവുക ഈ മഹാപ്രസ്ഥാനം, നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ. അവരാണ് നമുക്ക് ഈ പ്രസ്ഥാനം, നമ്മുടെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള മഹത്തുക്കളായിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാർ, അവരാണ് നമ്മുടെ ഈ പ്രസ്ഥാനം ഇവിടെ കെട്ടിപ്പടുത്തിട്ടുള്ളത്.
ഇനി മറ്റു കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസപരമായി നമ്മുടെ കുട്ടികളുടെ ഈ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഇന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി നമ്മുടെ മലപ്പുറം ജില്ലയും ഒക്കെ നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ പഠിച്ച് വളരാനും നമ്മുടെ എത്രയോ പിന്നോക്കം നിന്നിരുന്ന മലപ്പുറം ജില്ല വിദ്യാഭ്യാസ രംഗത്ത് SSLC A+ ലഭിക്കുന്ന വിഷയത്തിൽ മറ്റ് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉന്നതമായ രംഗത്ത് നമ്മുടെ കുട്ടികൾ പെൺകുട്ടികളടക്കമുള്ള കുട്ടികൾ വലിയ നിലവാരം പുലർത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ഈ കോളേജുകളും സ്കൂളുകളും ഒക്കെ സ്ഥാപിച്ചതിൻ്റെ പിന്നിൽ മുസ്ലിം ലീഗിൻ്റെ മഹോന്നതന്മാരായ നേതാക്കന്മാർ ഇവിടെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കേണ്ടത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മൾ ഈ പരിസരത്തുള്ള ഏത് വലിയ വലിയ സ്ഥാപനങ്ങളുടെയും ചെറിയ സ്ഥാപനങ്ങളുടെയും ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ അതിൻ്റെയൊക്കെ പിന്നിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ നമ്മളെ